ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ജൂലൈ 26 ഞായർ. ചിന്താവിഷയം: വിവാഹം ഒരുമയുടെയും പങ്കാളിത്തത്തിന്റെയും ആഘോഷം. മാരേജ്, സെലിബ്രേഷൻ ഓഫ് യൂണിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തിൽ മനുഷ്യ സൃഷ്ടിയുടെ ചരിത്രം ഏറ്റവും ആകർഷകവും മനോഹരവുമാണ്. ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം അസന്നിഗ്ധമായി പറയുമ്പോൾ അതിന്റെ അർത്ഥം വിവരണങ്ങൾക്ക് അതീതമാണ്. ഇതിൽ കൂടെ ലോക ചരിത്രം രൂപപ്പെടുന്ന സുന്ദരമായ ദൃശ്യമാണ് തുടർന്ന് കാണുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് തക്ക തുണയെ ദൈവം നൽകി കുടുംബമെന്ന വ്യവസ്ഥിതി സ്ഥാപിക്കുന്നു. ഇതിൽ കൂടെ ആരംഭിക്കുന്ന ചരിത്രം നിസ്തുലവും അത്യുദാത്തവുമാണ്. ഇവിടെ ലോക ചരിത്രത്തിന് ഒരു പുതിയ അധ്യായം തുറക്കുന്നു. അതിന്റെ സുന്ദരമായ പരിണാമങ്ങളാണ് ലോകത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുതയെ അപഗ്രഥിക്കുമ്പോൾ ലോകത്തിന്റെ അടിസ്ഥാന ശില, ഫൗണ്ടേഷൻ സ്റ്റോൺ കുടുംബമാണെന്ന് നിസ്സംശയം പറയാം. അതിന് ചലനം സംഭവിക്കാതെ പരിരക്ഷിക്കണം. ലോകത്തിന്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. പ്രബലമായ അനേക ലോക സംസ്കാരങ്ങൾ തകർന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ശക്തമായ റോമൻ സംസ്കാരത്തിന്റെ തകർച്ചയെക്കുറിച്ച് എഡ്വേർഡ് ഗിബൺ 6 വാല്യങ്ങളിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ദ ഹിസ്റ്ററി ഓഫ് ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന ഗ്രന്ഥം. ഇതിൽ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളിൽ പ്രഥമമായി പറയുന്നത് അവിടെ കുടുംബങ്ങളിൽ ശിഥിലീകരണം സംഭവിച്ചു എന്ന വസ്തുതയാണ്. കുടുംബങ്ങളിൽ ധാർമ്മികതയുടെ അതിരുകൾ ഇല്ലാതെയായി. നിയന്ത്രണങ്ങളും നിബന്ധനകളും അവഗണിച്ചു. അറിവിനപ്പുറമായി തിരിച്ചറിവ് ഇല്ലാതെയായി. കുടുംബങ്ങളിൽ ആരംഭിച്ച ശൈഥല്യം ഒരു സംസ്കാരത്തിന്റെ അടിത്തറ ഇളക്കിയതായി പറയുന്നു. എന്നും ഇത് ഒരു മുന്നറിയിപ്പാണ്. കുടുംബം രൂപപ്പെടുന്നത് വിവാഹം എന്ന പാവനമായ കർമ്മത്തിൽ കൂടിയാണ്. അതിനാൽ വിശുദ്ധ വിവാഹത്തിന്റെ പാവനതയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ചിന്തകൾ ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനെ തിരസ്കരിച്ച് ചോദ്യം ചെയ്യുന്ന പ്രവണത എല്ലാ കാലങ്ങളിലും സംജാതമായിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇത് സംബന്ധമായി പറയുന്നത്, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും 2 തിമോത്തിയോസ് 4:2-3. ഇതിൽ അപ്പോസ്തലന്റെ എതിർപ്പാണ് പ്രകടമാകുന്നത്. വിവാഹ ജീവിതത്തിന്റെ മാന്യതയും മഹത്വവും നാം ശരിയായി അറിയണം. എബ്രായ ലേഖനം പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എബ്രായർ 13:4. എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അത് അത്യന്തം ആകർഷകവുമാണ്, ചിന്തനീയവുമാണ്. വിവാഹം ഒരുമയുടെയും പങ്കാളിത്തത്തിന്റെയും ആഘോഷം എന്ന ചിന്താവിഷയവുമായി ബന്ധപ്പെട്ടതാണ് വേദഭാഗങ്ങൾ. ഒന്നാം പാഠഭാഗം ഉൽപ്പത്തി 1:24 മുതൽ 31 വരെ. ദൈവം സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിന്റെ വൃത്താന്തമാണ് വേദഭാഗം. സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യ സൃഷ്ടിയിൽ കൂടെ ലോകം അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ മനുഷ്യന്റെ ഉത്തരവാദിത്വം വളരെയാണ്. രണ്ടാം പാഠഭാഗം 1 കൊരിന്ത്യർ 13:1 മുതൽ 13 വരെ. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ അത്യന്തം മനോഹരമായ വർണ്ണനയാണ് വേദഭാഗം. ഈ സ്നേഹഗാഥയിൽ കൂടെ മനുഷ്യ ജീവിതം എപ്രകാരമാകണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. എല്ലാ വരങ്ങളെക്കാളും ശ്രേഷ്ഠമായ സ്നേഹം അതിന്റെ ആഴത്തിൽ കുടുംബ ബന്ധങ്ങൾ പ്രകടമാകുമ്പോൾ കുടുംബ ജീവിതം ധന്യമാകും. ഈ സ്നേഹ കാവ്യം ഭംഗി വാക്കുകളായി കാണാതെ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം അനുഗ്രഹീതരാകുന്നത്. ലേഖന ഭാഗം എഫേസ്യർ 5:21 മുതൽ 32 വരെ. കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എപ്രകാരമായിരിക്കണമെന്നതിന് വ്യക്തമായ ഒരു മാർഗരേഖ അപ്പോസ്തലൻ നൽകുന്നതാണ് വേദഭാഗം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ ദമ്പതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു.
അപ്രകാരമാകുമ്പോൾ അനുഗ്രഹീതരാകും. സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി 19:4 മുതൽ 6 വരെ. വിശുദ്ധ വിവാഹവും അതിന്റെ ധന്യതയും ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ വിവാഹം ഒരു കൂദാശയായി സഭ പരിഗണിക്കുന്നു. സൃഷ്ടിയിൽ തന്നെ ദൈവം പുരുഷനെയും സ്ത്രീയെയും അനുഗ്രഹിക്കുകയും അവർ കുടുംബമായി ജീവിച്ച തലമുറകൾ അവരിൽ നിന്ന് രൂപപ്പെടണമെന്നുള്ള ദൈവിക ഉദ്ദേശം വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഉൽപ്പത്തി 1:27 എന്ന വാക്കുകൾ ഉദാത്തമാണ്. അതിനാൽ പരിപാവനമായ കുടുംബത്തെ നാം പരിരക്ഷിക്കണം. കുടുംബ വ്യവസ്ഥയ്ക്ക് ഉന്നതമായ സ്ഥാനം നൽകിയത് ക്രൈസ്തവ വിശ്വാസമാണ്. കുടുംബങ്ങളുടെ ശരിയായ നിലനിൽപ്പ് രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണ്. അതിനാൽ കുടുംബം സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. കുടുംബജീവിതം അനുഗ്രഹമാകുവാൻ ആഴമായ ദൈവബന്ധം ഏറ്റവും ആവശ്യമാണ്. ഇന്നത്തെ വേദഭാഗങ്ങൾ ഇപ്രകാരമുള്ള ചിന്തകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഏവൻഗേലിയോൻ കുടുംബത്തെക്കുറിച്ച് അർത്ഥപൂർണമായ ചിന്തകൾ പ്രദാനം ചെയ്യുന്ന വേദഭാഗമാണ്. വിശുദ്ധ മത്തായി കാവ്യഭംഗിയോടെയാണ് ഇത് രേഖപ്പെടുത്തുന്നത്. മറ്റ് സുവിശേഷ രചയിതാക്കൾ ഈ വിവരണം നൽകുന്നില്ല. ദൈവശാസ്ത്രപരവും താത്വികവുമായ ആശയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശുദ്ധ മത്തായി ഇവിടെ രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ വാക്കുകൾ അത്യന്തം ആകർഷകവും ഏതൊരു വ്യക്തിയെയും പുതിയ ചിന്തകളിലേക്ക് നയിക്കുന്നതുമാണ്. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും യേശു വ്യക്തമാക്കുന്നതാണ് വേദഭാഗം. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ഇത് വെളിപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യവും തീരുമാനങ്ങളിൽ അവന്റെ അധികാരവും ബന്ധങ്ങളെ ശിഥിലമാക്കി. എക്കാലവും ഈ പ്രവണത കാണുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് കുടുംബ വ്യവസ്ഥയിൽ പ്രശ്നം ഉളവാകുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടികൾ പ്രയാസമായിരുന്നു. അതിനാലാണ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് പരീശന്മാർ ചോദ്യം ഉന്നയിക്കുന്നത്. വാക്യം 3. യേശുവിനെ വാക്കുകളിൽ കുടുക്കുവാൻ അവർ ശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അവരുടെ മനോഭാവങ്ങളും മറുപടിയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളും യേശു ശരിയായി മനസ്സിലാക്കിയതാണ് ഇവിടെ പ്രതികരണമായി കാണുന്നത്. 2. കുടുംബം ദൈവത്തിന്റെ മഹത്തായ പദ്ധതി. സൃഷ്ടിയിൽ ദൈവം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ നിലനിൽപ്പിന് കുടുംബം അനിവാര്യമാണെന്ന സത്യമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. പുരുഷനും സ്ത്രീയും ഒന്നിച്ച് കുടുംബം ആരംഭിക്കുമ്പോൾ അപ്പനെയും അമ്മയും വിട്ട് എന്ന് പറയുന്ന വാക്കുകൾ വിശാലമായ അർത്ഥമുള്ളതാണ്. അവർ വിവാഹത്തിലൂടെ സ്വന്തമായി കുടുംബ ജീവിതം ആരംഭിക്കുന്നു. അത് കെട്ടുവിണ ചെയ്യുവാനായിട്ട് അവർ തുടങ്ങുന്നു. അവരുടെ കുടുംബ നിർമ്മിതിയിൽ ദൈവത്തെ നായകനാക്കി പ്രവർത്തിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യം നൽകണം. ഇതാണ് യേശുവിന്റെ പഠിപ്പിക്കൽ കാണുന്നത്. ഇതിന് വിഘാതം സംഭവിക്കുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ പുരുഷനും സ്ത്രീയും പര്യാപ്തരാകണം. അതിനാരും വിഘാതം സൃഷ്ടിക്കരുത്. സ്വതന്ത്രമായ ജീവിതത്തിനായി മാതാപിതാക്കന്മാർ അവരെ സജ്ജമാക്കണം. ഇതൊരു മുന്നറിയിപ്പായി കർത്താവ് പറയുന്നു. അത്തരം സാഹചര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. ക്ഷമയും സഹിഷ്ണുതയും ആത്മാർത്ഥമായ സ്നേഹവും കുടുംബ നിർമ്മിതിയിൽ ആവശ്യമായ ഘടകങ്ങളാണ്. അത് നഷ്ടപ്പെടുന്നതിനെയാണ് ഹൃദയ കാഠിന്യം എന്ന പദത്തിൽ കൂടെ യേശു വിശേഷിപ്പിക്കുന്നത്. ഇത് സംഭവിക്കാതിരിക്കാൻ അതീവ ശ്രദ്ധ ആവശ്യമാണ്. വിവാഹം ഒരു വരം. വിവാഹ ജീവിതത്തെയും അവിവാഹിത ജീവിതത്തെയും ദൈവിക വരമായി യേശു പഠിപ്പിക്കുന്നു. അന്നുണ്ടായിരുന്ന മതചിന്തകളിൽ നിന്നും വ്യത്യസ്തമായ ആശയമായി ഇതിനെ കാണാം. ഈ 2 അനുഭവങ്ങളും ദൈവം നൽകിയ വരമാണെന്ന ബോധ്യത്തോടെ അതിനോട് വിശ്വസ്തരാകണമെന്ന് കർത്താവ് പറയുന്നു. ഇപ്രകാരമുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെടുന്നതാണ് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ. അതിനാൽ ദൈവ മുൻപാകെ സമർപ്പിതരായി ദൈവഹിതത്തിന് അനുസൃതമായ ജീവിതം നയിക്കുമ്പോൾ ദൈവം കുടുംബങ്ങളെ അനുഗ്രഹമാക്കും. പരിമിതികളും പോരായ്മകളും ഇല്ലാത്തവർ ആരുമില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ ശക്തനായ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം വ്യക്തിബന്ധങ്ങളെ ദൃഢമാക്കും.
ഈ സത്യത്തെ നാം ആഴത്തിൽ ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുടുംബങ്ങൾക്ക് മാതൃക തിരുക്കുടുംബം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ദൈവപുത്രനായ യേശുവിന്റെ ജനനം. അത് ദൈവം മനുഷ്യനായ മഹാസംഭവമാണ്. ദൈവത്തിന് മനുഷ്യനായി അവതരിക്കാൻ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കുടുംബത്തെ ദൈവം അതിനായി സജ്ജമാക്കി. ഈ യാഥാർത്ഥ്യത്തിന്റെ ആഴം വ്യാഖ്യാനങ്ങൾക്ക് അതീതമാണ്. ഈ സംഭവത്തിൽ കൂടെ കുടുംബത്തിന്റെ മഹത്വവും കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ഉദ്ദേശ്യവും വെളിപ്പെടുത്തുന്നു. ജഡധാരണം ഒരു കുടുംബത്തിൽ സംഭവിച്ചു എന്ന ദൈവശാസ്ത്ര ചിന്തയും ഈ ചരിത്ര സത്വവും ക്രിസ്തീയ വിശ്വാസത്തെ നിസ്തുലമാക്കുന്നു. ജോസഫും മറിയം യേശുവിന്റെ സഹോദരങ്ങളുമുള്ള സാധാരണ കുടുംബത്തിൽ യേശു പിറന്നതിൽ കൂടെ ലോകത്തിൽ സകല കുടുംബങ്ങളുടെയും മാന്യത ഉയർത്തുന്നു. പാരമ്പര്യവും കുലീനതയും അഭിമാനിക്കാനില്ലാതിരുന്ന കുടുംബത്തിൽ തിരുപ്പിറവി സംഭവിച്ചപ്പോൾ പതിതർക്കും പദവികളില്ലാത്തവർക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാനില്ലാത്തവർക്കും അത് പ്രതീക്ഷയുടെ പൊൻപുലരിയായിരുന്നു. തിരുക്കുടുംബം ഉയർന്ന ആദർശങ്ങളുടെയും വിശുദ്ധിയുടെയും ഉദാത്ത ഭാവം ദൃശ്യമാക്കുന്നു. ജോസഫും മറിയയും വിശിഷ്ടമായ ജീവിതത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. ജോസഫിന്റെ വാക്കുകൾ തിരുവചനത്തിൽ ആലേഖനം ചെയ്തിട്ടില്ല. എന്നാൽ നിശബ്ദനായ നീതിമാൻ എന്ന നിർവിശങ്കം വിശേഷിപ്പിക്കാം. ഇപ്രകാരമുള്ള കുടുംബങ്ങളെ ദൈവം തന്റെ ദൗത്യ നിർവഹണത്തിനായി തെരഞ്ഞെടുത്തതിനാൽ നമ്മുടെ കുടുംബങ്ങളും സവിശേഷത നിറഞ്ഞതും ദൈവ ഉദ്ദേശം നിറവേറ്റുന്ന ഇടങ്ങളുമാണെന്ന സത്യം ഇവിടെ മറകൂടാതെ വ്യക്തമാക്കുന്നു. അതിനാൽ ദൈവം നൽകിയ കുടുംബങ്ങൾ അതീവ ശ്രദ്ധ അറിയിക്കുന്ന ഇടങ്ങളാണ്. കുടുംബങ്ങളുടെ രൂപ സ്വഭാവങ്ങൾ നിർണയിക്കപ്പെടേണ്ടത് നസ്രത്തിലെ തിരുകുടുംബത്തിന്റെ മാതൃകയിലാകണം. വിവാഹ ബന്ധത്തിലൂടെ കുടുംബം രൂപപ്പെടുമ്പോൾ അത് ഒരുമയുടെയും പങ്കാളിത്തത്തിന്റെയും മാതൃകകളാകണം. ഇത് സാധ്യമാകുന്നത് ദൈവ കൃപയാലാണ്. കർത്താവിനെ നായകനും നടത്തിപ്പുകാരനുമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരണം. കുടുംബ ജീവിതത്തിന്റെ വിജയം ഈ അനുഭവത്തിൽ നിക്ഷിപ്തമാണ്. ഇപ്രകാരമാകുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ.